നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 26, 27 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 25 രാത്രി 8:04 PM മുതൽ ഏപ്രിൽ 28 വെളുപ്പിന് 3:35 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം ഭാഗ്യ നിറങ്ങൾ പറയാം. 26-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 27-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഫലങ്ങൾ നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല. പൊതുവെ മേടൻ രാശിക്ക് ഇനി ചൊവ്വ മെയ് 11 ജന്മത്തിൽ വരുന്നുണ്ട്. ഒരു 45 ദിവസം, മെയ് 11 മുതൽ 45 ദിവസം ജന്മത്തായിരിക്കും ചൊവ്വ. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അപ്പോൾ ഏകദേശം ഒരു 45-ഉം 15-ഉം ഒരു 60 ദിവസം പൊതുവെ മേടരാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള കാലയളവല്ല. ധനവരവൊക്കെ ഉണ്ടാവും, എങ്കിലും എല്ലാറ്റിനും ഒരു തടസ്സവും എല്ലാ ഭൗതിക സുഖങ്ങൾക്കും എല്ലാം ഒരു പൊലിമയില്ലായ്മയും എല്ലാറ്റിനും ഒരു പൂർണ്ണത കുറവും പൊതുവെ അനുഭവപ്പെടാം. മേടരാശിക്ക് അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല ഇനിയുള്ള ഏകദേശം 2 മാസം. ഓക്കെ. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യൻ 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് പാർവതി കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ, അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പറ്റുമ്പോഴൊക്കെ വഴിപാട് നടത്തുക. ഇവർക്ക് ശുക്രൻ, വ്യാഴം, ചൊവ്വ, ബുധൻ, ശനി ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ശനി 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നെങ്കിലും ചൊവ്വ അവിടെ ശത്രു ആയിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നേട്ടങ്ങൾക്ക് ഒരു പൊലിമ കുറവ് ഉണ്ടായിരിക്കും. ഇവർക്ക് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും സാങ്കേതിക രംഗത്തും മേന്മകളുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, സുഹൃത്ത് ബന്ധങ്ങൾ, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഭൗതിക സുഖങ്ങൾ. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും വ്യാഴവും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും. തൊഴിൽപരമായിട്ട് നേട്ടമാണ്. അത് ഈ മേടമാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം.
കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും സർപ്പവും വ്യാഴവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് മേടമാസം മുഴുവൻ, മേടം ഇടവം മാസങ്ങൾ മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്തര ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. പ്രധാനമായിട്ടും ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച നമ്മൾ മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അതൊരു വലിയ നേട്ടമാണ്. ഓക്കെ, ചന്ദ്രനും അനുകൂലമാണ് ഇവിടെ. അപ്പോൾ ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. എങ്കിലും പൊതുവെ ഒരു തടസ്സം എല്ലാത്തിനും കാണും. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനിയിപ്പോൾ മെയ് 11 ചൊവ്വ അഷ്ടമത്തിൽ നിന്ന് മാറും. അതിനുശേഷം കാര്യങ്ങൾ കുറച്ച് ബെറ്റർ ആവും. ഓക്കെ, ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. ചൊവ്വ, ബുധൻ, ശനി, സൂര്യൻ, ചന്ദ്രൻ ഇവ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് ജീവിത പങ്കാളിയായിട്ട് പ്രശ്നമുണ്ടാവും. അത് വിവേകപൂർവ്വം പരിഹരിക്കുക. ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പൊതുവെ പ്രശ്നങ്ങളുണ്ടാവാം. അത് കരുതലോടെ കൈകാര്യം ചെയ്യുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കന്നിരാശിക്ക് പൊതുവെ ദോഷാധിക്യമാണ് കാണുന്നത്. എങ്കിലും ധനവരമൊക്കെ ഉണ്ടാവുമെങ്കിൽ എല്ലാത്തിനും ഒരു തടസ്സവും കാലതാമസവും ഒക്കെ അനുഭവപ്പെടാം. പൊതുവെ ദേഹാസ്വാസ്ഥ്യം ഒക്കെ വന്നെന്ന് വരാം. കന്നിരാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. എങ്കിലും സൂര്യൻ പ്രതികൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാം. അതുപോലെ തന്നെ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നമുണ്ടാവാം. ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. ബന്ധങ്ങൾ ഊഷ്മളമാവും. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ പറ്റും. പൊതുവെ തുലാം രാശിക്ക് നേട്ടങ്ങളുടെ ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. വ്യാഴം മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, അഷ്ടമത്തിലാണ്. അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുത്ത് മഹാവിഷ്ണുവിന്
വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം, അതായത് മേടമാസം മുഴുവൻ തൊഴിൽപരമായിട്ട് നേട്ടം, സന്താന ഗുണം, പിതൃഗുണം ഇവയൊക്കെ അനുഭവപ്പെടും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മകരം രാശി, ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ബുധൻ, വ്യാഴം, ചന്ദ്രൻ, ശിഖി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. തിങ്കളാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, വെള്ളിയാഴ്ച ദേവിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങൾ തന്നെയാണ്. കാരണം ശനിയും ചൊവ്വയും ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. എങ്കിലും അവയുടെ പൊലിമ കുറയും, കുറച്ചൊക്കെ തടസ്സങ്ങളും പ്രതീക്ഷിക്കാം. കാരണം വ്യാഴം 6ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളോട് നേട്ടമുണ്ടാവാം. രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് ഉയർച്ച ഉണ്ടാവാം. എങ്കിലും പൊതുവെ ഒരു പൊലിമ കുറവ്, പൂർണ്ണത കുറവ് എല്ലാ മേഖലയിലും പ്രതീക്ഷിക്കാം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. മേടമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം ഇവയൊക്കെ അനുഭവപ്പെടും. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എങ്കിലും ഏതാണ്ട് ഡിസംബർ 5 വരെ സർപ്പവും ശിഖിയും പ്രതികൂലമാണ്. അതിന് മാറ്റം വരും. ഡിസംബർ 5-ന് ശേഷം ഇപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന സർപ്പം 12ാം ഭാവത്തിലേക്കൊന്ന് മാറി വരും. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ നേട്ടമുള്ള ദിവസങ്ങളാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ജന്മത്തിൽ ചൊവ്വ, ബുധൻ, ശനി ഇവ നിൽക്കുകയാണ്. മെയ് 11-ന് ശേഷം മാറ്റമുണ്ടാവും. ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ധനവരവൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു പൊലിമ കുറവ്, ഒരു പൂർണ്ണത കുറവ്, തടസ്സം ഒക്കെ ഉണ്ടാവാം. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്.
ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. 26, 27 തീയതികളിൽ രാവിലെ 4:37 AM മുതൽ രാവിലെ 5:25 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് 26, 27 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 26, 27 തീയതികളിൽ രാവിലെ 11:59 AM മുതൽ ഉച്ചയ്ക്ക് 12:49 AM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 26, 27 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 26-ാം തീയതി വൈകിട്ട് 5:02 PM മുതൽ വൈകിട്ട് 6:35 PM വരെയാണ് രാഹുകാലം 26-ാം തീയതി. 27-ാം തീയതി രാഹുകാലം രാവിലെ 7:46 AM മുതൽ 9:19 AM വരെ രാഹുകാലമാണ് 27-ാം തീയതി. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 26/4/2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 6, 2, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 27/4/2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 7, 2, 8, 4 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.